ഹിസ്ബുള്ളയുടെ മാരകമായ അടിയേറ്റ് ഇസ്രായേൽ തളർന്നു, ഇസ്രായേൽ തകർന്നു. ടെല്ലവീവിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിലും ഒക്കെ ഹിസ്ബുള്ള കയറിയങ്ങ് മേഞ്ഞു. ഇപ്പോ ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറായിരിക്കും. ഹിസ്ബുള്ളയുടെ കാല് പിടിച്ചു ഇസ്രായേൽ എന്ന് പറയുന്നതാകും മറ്റൊരു ശനി. ലെബണനിൽ വെടിനിർത്തലിലേക്ക് നീങ്ങിയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നു. വിഷയത്തിൽ ഇന്ന് ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേരും. ചില തടസ്സങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം വെടിനിർത്തൽ ധാരണയുണ്ടാകുമെന്ന് യുഎസിലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കൽ ഹെർസോഗ് പറഞ്ഞു. ലെബനനിലും ഇസ്രായേലിലും വെടിനിർത്തലിന് ധാരണയായെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കരാറിന്റെ വിശദാംശങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും വലിയൊരു വിജയമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നേടിയിരിക്കുന്നത്. ഹിസ്ബുള്ള വെടിനിർത്തലിനെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ വെടിനിർത്തലുമായി മുന്നോട്ട് പോവുകയാണ്. ഹിസ്ബുള്ളയുടെ ആവശ്യം വളരെ ന്യായീകരിക്കാവുന്ന ഒരാവശ്യമാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണം. അത് ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ വാർത്ത വന്നതോടെ ലോകം ഒട്ട് സമാശ്വാസത്തിലാണ്. കാരണം ഒരു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മാത്രമല്ല, യുദ്ധം ഒന്നിന്റെ തുടക്കമോ ഒന്നിന്റെ അവസാനമോ അല്ല. ഇസ്രായേൽ തന്നെ വെടിനിർത്താൻ മുന്നോട്ട് വന്നിരിക്കുന്നു. 2006 ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടി തോറ്റുപോയി ഇസ്രായേൽ. ഇപ്പോൾ വീണ്ടും തോൽവിയുടെ ശക്തി എന്താണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരു തോൽവിയാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ ഇസ്രായേൽ തീരുമാനിക്കുന്നു. പക്ഷേ ഹിസ്ബുള്ള സമ്മതിക്കുമോ എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ലെബനനിൽ ഇസ്രായേൽ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ളയെ അടക്കം വധിച്ചു ഇസ്രായേൽ. അതൊക്കെ ഹിസ്ബുള്ളയ്ക്ക് ഉണങ്ങാത്ത മുറിവുകളാണ്. അതുകൊണ്ട് തന്നെ അവർ അത്ര പെട്ടെന്ന് വെടിനിർത്താൻ സമ്മതിക്കുമോ എന്ന ചോദ്യമാണ് ഇനി പ്രധാനം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ബങ്കറിൽ ഇരുന്നാണ് അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നോരോന്നായി തീരുമാനിക്കുന്നത്. മന്ത്രിസഭാ യോഗം ബങ്കറിൽ കൂടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്. സിസേറിയയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ ഇസ്രായേലിന്റെ സുരക്ഷാ വീഴ്ചയാണ്. അമേരിക്കയുടെ അത്യന്താധുനിക പ്രതിരോധ സംവിധാനമായ ടാഡ് ലഭിച്ചിട്ടും ഇസ്രായേലിന് മാരകമായ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ തടയാൻ സാധിച്ചിട്ടില്ല. മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ നിർബാധം വിട്ടുരസിക്കുന്നു ഹിസ്ബുള്ള. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ എന്ന അനിവാര്യതയിലേക്ക് ഇസ്രായേൽ പോകുന്നത്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ ഒരിക്കൽ കൂടി തോറ്റതായി ഇസ്രായേൽ തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുമായി 2006 നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റോടിയിരുന്നു. അതുപോലെ വീണ്ടും ഒരു തോൽവി. ആ തോൽവിയാണ് ഇപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവി തന്നെയാണത്. അമേരിക്കയൊക്കെ ഇസ്രായേലുമായി വെടിനിർത്തുന്ന കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടു. ആ ഇടപെടലുകളാണ് ഇപ്പോൾ വിജയത്തിലേക്ക് പോകുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേൽ തോറ്റു. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന സംഘികൾക്കും ഇതൊരു മധുര തിരിച്ചടിയാണ്.